Audio Jungle. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് തയ്യാറാക്കുന്നത് പെറോട്ടയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെറോട്ട നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. നല്ല സിമ്പിളായിട്ട് നമുക്ക് പെറോട്ട തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആണെന്ന് കാണിക്കുന്നത്. അത് എല്ലാവരും കണ്ടു നോക്കുക, ട്രൈ ചെയ്യുക. അതിനുവേണ്ടി ഇവിടെ 1 കിലോ മൈദ മാവ് എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അരിച്ചെടുത്ത മൈദമാവിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ്, പൊടി ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് മാവ് കുഴയ്ക്കുന്നതിലാണ് നമ്മുടെ പൊറോട്ടയുടെ സോഫ്റ്റും ടേസ്റ്റും ഒക്കെ ഇരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പല രീതിയിലും പൊറോട്ട തയ്യാറാക്കിയിട്ടുണ്ട്. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുള്ളത് കൊണ്ട് കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട ഇടയ്ക്കിടയ്ക്ക് തയ്യാറാക്കുന്നതാണ്. ഇത് നോമ്പ് സമയത്തെടുത്തൊരു വീഡിയോ ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ ഇതിൽ സാധാരണ ചേർക്കുന്ന ഒരു സാധനം നമ്മളിതിൽ ചേർത്തിട്ടില്ല. അതെന്താണെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. അപ്പോൾ അത് ചേർക്കാതെ നമുക്ക് ടേസ്റ്റി ആയിട്ട് പൊറോട്ട തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തു, നമ്മൾ പഞ്ചസാരയും ഉപ്പും ചേർത്ത്. അതിന് ശേഷം അടുത്തതായി ഇതിൽ ചേർക്കുന്നത് മിൽക്ക് മേഡാണ്. ഇത് ഓപ്ഷനിലാണ്, കുറച്ച് ഉണ്ടെങ്കിൽ ചേർക്കാം. ഞാനൊരു അര ടിന്ന് ചെറിയ ടിന്നിലെ അര ടിന്നാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് തണുപ്പുണ്ടായിരുന്നു, ആ തണുപ്പോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രിഡ്ജിലിരുന്നതിനെ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊന്നും സാരമില്ല, നമുക്ക് തണുപ്പ് ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്ത് ചേർത്താലും നമ്മൾ മാവിലോട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. മാവ് ഇളക്കി യോജിപ്പിച്ച് കുഴയ്ക്കുന്നതിലാണ് നമ്മുടെ പൊറോട്ട തയ്യാറാക്കുന്നതിൻ്റെ ആ ഒരു രീതി നന്നാകുന്നത്. ഇനി ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ഞാനൊന്ന് ഉരുക്കിയെടുത്തതാണ്. ആ കുറച്ച് ചൂടൊന്ന് മാറിയതിന് ശേഷം ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചേർക്കേണ്ട സാധനങ്ങളൊക്കെ എല്ലാം ചേർത്ത് തയ്യാറാക്കുമ്പോൾ അത് നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ. ഇതിപ്പോൾ തയ്യാറാക്കിയതിൽ നമുക്ക് നെയ്യ് ചേർത്തിട്ടുണ്ട്, പിന്നെ മിൽക്ക് മേഡ് ചേർത്തിട്ടുണ്ട്, ഉപ്പ്, പഞ്ചസാര, ഇത് ഇത്രയുമാണ് നമ്മളിതിൽ ചേർത്തത്. ഇനി ചേർക്കാൻ പോകുന്നത് മുട്ടയാണ്. അപ്പോൾ മുട്ടയുടെ അളവ്, മുട്ട കൂടുതൽ ചേർക്കും തോറും നമ്മുടെ പൊറോട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ ഞാൻ 1 കിലോ മാവാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 3 മുട്ടയാണ് ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത്. 3 മുട്ട നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ മാവിലോട്ട് ചേർക്കുന്ന സാധനങ്ങളൊക്കെ ഇത് ഇത്രയും തന്നെയാണ്. അപ്പോൾ മുട്ടയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും കൂട്ടാം. അപ്പോൾ ഞാൻ ഇതൊരു 3 എണ്ണമാണ് ചേർത്തിരിക്കുന്നത്. നല്ലതുപോലെ ഇതുപോലെ ഞാൻ ഇതൊരു ചട്ടുവാണ് വെച്ച് ആളിത് ക്ലിയർ ചെയ്ത് വിടുന്നത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാരണ പച്ച വെള്ളമാണ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം കൂടാതെ കുറച്ച് വീതം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം.
അത്യാവശ്യം വേണ്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്യാം. ഇത് കുഴയ്ക്കുന്നത് നമുക്ക് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. കുറച്ച് ബലമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ. ഇതിപ്പോൾ ഞാൻ അന്നൊരു പൊറോട്ടയുടെ റെസിപ്പി മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, ലെയർ പൊറോട്ട. അത് ഞാൻ കുറച്ച് മാവിലാണ് ചെയ്ത് കാണിച്ചത്. ഇത് 1 കിലോയോളം ഉണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം. ഇത് പൊറോട്ട തയ്യാറാക്കാൻ അറിയില്ലാത്തവർക്ക് ഞാൻ അന്ന് കാണിച്ച രീതിയിലിത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും നല്ല ടേസ്റ്റാണ്. അത് തയ്യാറാക്കി നോക്കുക. ഇതിപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് ഈ ചരുവത്തിൽ വെച്ച് തന്നെ നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഇനി നമുക്കൊരു സ്ലാപ്പിലോട്ടോ ഒരു ഗ്ലാസ് ടേബിളിലോ ഏതിലെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു സ്ലാപ്പിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറേശ്ശെ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് ഇത്രയൊക്കെ വെള്ളം മതിയാകും. ഒന്ന് കുഴച്ചെടുത്തിട്ട് സ്ലാപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഇപ്പോൾ ഒന്നും ഇവിടെ കറണ്ട് പോയി, അതാണ് ഇരുട്ടായിട്ടിരിക്കുന്നത്. നമുക്ക് ബാക്കി ചെറിയ രീതിയിലെ വീഡിയോ പിടിക്കാനും പറ്റിയില്ല. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒറ്റ ബോളാക്കി ഇതുപോലെ ആക്കിയെടുത്തിട്ട് കുറച്ച് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിനി ഇത് ഇത്രയും മതിയാകും. നല്ലതുപോലെ കുഴച്ചെടുത്ത മാവിലോട്ട് കുറച്ചധികം എണ്ണ ഒന്ന് മീത ഒന്ന് ചേർത്ത് കൊടുക്കുക, തടവി കൊടുക്കുക. അതിനുശേഷം ഒരു വെള്ള തുണി കൊണ്ട് അതൊന്ന് കവർ ചെയ്യുക. തോറത്തോ തുണിയോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് കവർ ചെയ്യുക. മാവ് ഉണങ്ങാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആ മാവിൽ നിന്ന് കുറേശ്ശെ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ആക്കുക. ഇതുപോലെ ഇതിനെ അകത്തോട്ട് വെച്ച് നമുക്കിതുപോലെ ഓരോ ബോളും ആക്കിയെടുക്കുക. ഇതിപ്പോൾ ഒരു ബോളിൽ 2 പൊറോട്ട തയ്യാറാക്കി എടുക്കുന്ന പരുവത്തിലാണ് മാവ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലിപ്പം കൂടിയ പൊറോട്ടയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതുപോലുള്ള ഒരു ബോളിൽ നമുക്ക് 2 പൊറോട്ട തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ ആദ്യം എല്ലാം ആക്കിയെടുക്കുക. നമ്മൾ പൊറോട്ട മുരിക്കാൻ വേണ്ടി ചേർക്കുന്നത് കുറച്ച് ഡാൽഡയും വെളിച്ചെണ്ണയും കൂടെ ഉരുക്കിയാണ്. ഇതിപ്പോൾ ഡാൽഡ ഉരുക്കാൻ വെച്ചിരിക്കുന്നതാണ്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഉരുക്കുക. നമ്മൾ ബോൾ പിടിച്ചു വെച്ചതിലെല്ലാത്തിലും അതിൽ നിന്ന് എടുത്ത് എണ്ണ ഇതുപോലെ ഓരോ ബോളിലും നല്ലതുപോലെ തേച്ചിട്ട് നമുക്കൊരു സൈഡിലോട്ട് വയ്ക്കാം. ഇതുപോലെ അതിൽ നിന്ന് എണ്ണ എടുത്ത് മൊത്തം നല്ലതുപോലെ തേച്ചിട്ട് നമുക്കവിടെ വയ്ക്കാം. ഓരോ ബോൾ മാവിലും നമ്മൾ നല്ലതുപോലെ എണ്ണ തേച്ച് വയ്ക്കുക. നമ്മൾ ഈ മാവ് വയ്ക്കുന്ന സ്ഥലത്തൊക്കെ എണ്ണ ഒന്ന് തേച്ച് വയ്ക്കുക, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. നമ്മൾ ഈ പൊറോട്ടയിൽ കുറച്ചധികം എണ്ണയൊക്കെ ചേർത്ത് തയ്യാറാക്കിയാൽ നമുക്ക് അതിൻ്റെതായ സോഫ്റ്റ് കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ ഡാൽഡയും കൂടെ ചേർത്തിട്ടുണ്ട്. ഡാൽഡ കിട്ടുമ്പോൾ നമ്മുടെ പൊറോട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തു. ഇനി ഇതിനെ ഈ എണ്ണ തേച്ച് വെച്ചതിന് ഇനി നമുക്ക് ഒരു അരമണിക്കൂർ ഇതൊന്ന് മൂടി വയ്ക്കാം.
കുറഞ്ഞത് അരമണിക്കൂർ, കൂടുതൽ സമയം നിങ്ങൾക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ എങ്ങനെ വേണോ ചെയ്തെടുക്കാവുന്നതാണ്. ആ സമയത്തിന് നമ്മുടെ മാവൊക്കെ ഒരു പരുവായിട്ടുണ്ട്, തുണി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് എണ്ണ കയ്യിലോട്ടും സ്ലാപ്പിലോട്ടും ഒക്കെ ഒന്ന് ഇടുക. ഇതുപോലെ എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക മാവ് വെക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മുടെ സ്ലാപ്പിലോട്ട് ഒട്ടിപ്പിടിക്കും, മാവ് നല്ല പരുവത്തിന് വരില്ല. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ആ എണ്ണയുള്ള ഭാഗത്തോട്ട് വെച്ച് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. കയ്യിൽ നല്ലതുപോലെ എണ്ണ വേണം, മാവിലും എണ്ണ വേണം. ഇതുപോലെ മാക്സിമം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. കുറച്ച് എണ്ണ ഇതിൻ്റെ മീതയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വേണം എടുക്കാൻ. 2 കൈ കൊണ്ടും ഇതുപോലെ എടുത്ത് ഇത് ഇങ്ങനെ ഒന്ന് വീശി അടിച്ചു കൊടുത്താൽ മതിയാകും. ഇതുപോലെ ചെയ്യുക. നമ്മൾ ചെയ്താലും ഇതുപോലെ തന്നെ വരും. അപ്പോൾ ഇത്രയും ഈ വലിയ നമുക്ക് അധികം അറിയില്ലാത്തവരാണെങ്കിൽ കുറച്ച് വലിപ്പം കൂടിയ മാവാക്കി എടുക്കുമ്പോൾ നമുക്ക് വേഗം തന്നെ ഇതുപോലെ വീശി വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഇതിലോട്ട് നേരത്തെ ഒരു സാധനം ചേർത്തില്ലായിരുന്നു, അതിൻ്റെ കാര്യം പറയാമെന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം മാവൊക്കെ കുഴച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ആൾ പറയുന്നത് ഇതിലൊരു സംഭവം ചേർത്തില്ല, മറന്നുപോയെന്ന്. വേറൊന്നുമല്ല, സോഡാപ്പൊടി ചേർക്കാതെയാണ് നമ്മൾ ഈ പറോട്ട തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇവിടെ കിടന്ന് ചിരിയായിരുന്നു. സംഭവം ഇതെല്ലാം മാവൊക്കെ വിരകി എല്ലാം വെച്ച് തോർത്ത് തുണിയൊക്കെ കൊണ്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടെ ഇരുന്നപ്പോഴാണ് പറഞ്ഞത്, അയ്യോ പൊറോട്ടയിൽ സോഡാപ്പൊടി ചേർക്കാൻ മറന്നു എന്ന്. അപ്പോൾ നമ്മളിവിടെ കിടന്ന് ചിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി എന്താവും എന്നുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു. സോഡാപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ കുറേ കൂടെ കൊള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല, നമുക്ക് നോക്കാമെന്ന് അങ്ങനെ പറഞ്ഞ് തയ്യാറാക്കിയതാണ്. പക്ഷേ സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട തന്നെയായിരുന്നു ഇത് തയ്യാറാക്കിയെടുത്തത്. അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ ഇതിനെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ കുറേ നാൾക്ക് ശേഷമൊക്കെ തയ്യാറാക്കണോണ്ട് ആദ്യത്തെ 1-2 എണ്ണമൊക്കെ ഇതുപോലെ അടിക്കുമ്പോഴൊക്കെ കറക്റ്റ് ഷേപ്പിനൊന്നും വരണമെന്നില്ല. നേരത്തെ കുറച്ച് മാവൊക്കെ ഒന്ന് നീങ്ങി കുറച്ച് ഇതൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ 1-2 എണ്ണം കഴിയുമ്പോൾ നല്ല രീതിയിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ എണ്ണയൊക്കെ മാക്സിമം ഒന്ന് തേച്ച് കൊടുക്കുക. ഇതുപോലെ എടുത്ത് ഇങ്ങനെ അടിച്ചാൽ മതിയാകും. അപ്പോൾ ചെയ്യാനുള്ളത്, നമ്മൾ ഇടുന്ന ഈ സ്ലാപ്പ് നല്ല ക്ലീൻ ആയിരിക്കണം, അതിൽ എണ്ണയൊക്കെ ഒന്ന് തേച്ച് പിടിക്കണം. അപ്പോൾ അത് ഇത്തിരി വീതിയൊക്കെ ഉള്ള സ്ലാപ്പാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ വരികയും ചെയ്യും. നല്ല എളുപ്പത്തിൽ നമുക്ക് പൊറോട്ട തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇതുപോലെ 2ആക്കി ഒന്ന് കട്ട് ചെയ്യുക. എണ്ണ കുറച്ച് അധികം നമുക്ക് ഇതിലോട്ടൊക്കെ തേച്ച് കൊടുക്കണം. ഈ മാവും പൊറോട്ടയൊക്കെ എണ്ണ കൊണ്ടുള്ളൊരു കളിയാണ്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇത് ചുറ്റുമ്പോൾ കണ്ടാൽ തന്നെ അറിയാമല്ലോ, കുറച്ച് വലിപ്പമുള്ള പൊറോട്ടയാണ്. എന്നിട്ട് ഇതിനെ ഇങ്ങ് വയ്ക്കുക. ക്യാമറ ഓൺ ആവണതിന് മുമ്പ് പൊറോട്ട ചുട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനിയുള്ളത് കാണിക്കാം. ഇതുപോലെ നമ്മൾ ചുറ്റി വെച്ചിരിക്കുന്ന മാവിനെ ഞാൻ ഇതുപോലെ ഒരു 3-4 എണ്ണമൊക്കെ രീതിയിലാണ് ഇട്ടിരിക്കുന്ന ഒരു പാനാണ് വെച്ചിരിക്കുന്നത്. അതിനെ ഇതുപോലെ എണ്ണ ഒന്ന് കയ്യിൽ തൊട്ടതിന് ശേഷം നല്ലതുപോലെ പ്രസ് ചെയ്യുക. എന്നിട്ട് എണ്ണ ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഈ പാനിലോട്ട് വെക്കാൻ. എന്നിട്ടും വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുക്കുക. നേരത്തെ ഇട്ടതൊക്കെ ദാണ്ടേ ഒന്ന് മൊരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് വരെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റിയില്ല, ഇത് നല്ലതുപോലെ പരന്ന് വരുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തിയൊക്കെ ചുടുന്ന ആ കമ്പുണ്ടല്ലോ, അതുകൊണ്ട് ഒന്ന് പരത്തി കൊടുത്തിട്ട് എടുത്തിട്ടാലും മതിയാകും. ഇതിപ്പോൾ നല്ല മൊരിഞ്ഞ് അതായത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് പൊറോട്ട തയ്യാറാക്കി എടുക്കാൻ, അല്ലെങ്കിൽ വേഗം നിങ്ങൾ കരിഞ്ഞു പോവും. കുറച്ചധികം പൊറോട്ട മുരിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ആ ചൂട് അധികം മാറുന്നതിന് മുന്നേ നമ്മുടെ എണ്ണമയമുള്ള ഈ സ്ലാപ്പിലോട്ട് ഇതിങ്ങനെ വയ്ക്കുക. 2 കൈ കൊണ്ടും ആ ചൂടോടുകൂടി തന്നെ ഇതുപോലെ ആക്കി കൊടുത്താലേ നമ്മുടെ പൊറോട്ടയ്ക്ക് ഒരു സോഫ്റ്റ് വരവുള്ളൂ. ചൂടാറിയതിന് ശേഷമാണ് ചെയ്യണമെങ്കിൽ നമുക്കിത് ഇത്രയും സോഫ്റ്റായിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ എടുക്കുക, നമുക്ക് ഏത് പാത്രത്തിലാണോ വെക്കേണ്ടത് അതുപോലെ വെക്കുക. നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.